പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമേഹമുള്ളവരും അല്ലാത്തവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് പ്രമേഹവും കരളും. പ്രമേഹവും വൃക്കകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് പ്രമേഹം കൂടുതലായി കഴിയുമ്പോൾ അവരുടെ വൃക്കകൾക്ക് നാശം സംഭവിക്കുന്നു, വൃക്കകളുടെ പ്രവർത്തനം കുറയുന്നു, പലർക്കും ഡയാലിസിസ് വേണ്ടി വരുന്നു, ചിലർക്കെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുന്നു. അതുപോലെ തന്നെ പ്രമേഹവും നമ്മുടെ കണ്ണും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും നിങ്ങൾക്കറിയാം. പ്രമേഹമുള്ള പലർക്കും റെട്ടിനോപ്പതി ഉണ്ടാകുന്നു, അതിന് ചികിത്സ വേണ്ടി വരുന്നു. അതുപോലെ തന്നെ പ്രമേഹവും കാലിൻ്റെ പ്രശ്നങ്ങളും തമ്മിൽ നിങ്ങൾക്കറിയാം. കാലിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വല്ലാതെ പഴുക്കുകയും ചിലപ്പോൾ കാലിൻ്റെ വിരലുകളോ കാലുകൾ തന്നെയോ മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. പക്ഷേ പ്രമേഹവും കരളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മുടെ ആൾക്കാർക്ക് കാര്യമായ വിവരങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹവും കരളും തമ്മിൽ ഒരു വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പല കരൾ രോഗങ്ങളും പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ ഉണ്ടാക്കുന്നു, അല്ലെ പ്രമേഹത്തെ വഷളാക്കുന്നു. അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്ക് പലർക്കും കരൾ രോഗങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പ്രമേഹവും കരളും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവയെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ ചില കരൾ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പ്രമേഹത്തെ ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ സാധാരണയായിട്ടുള്ള ഒരു കരൾ രോഗമാണ് ഫാറ്റി ലിവർ. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ കരളിൻ്റെ കോശങ്ങൾക്കിടയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു സാധാരണ രോഗമാണ് ഫാറ്റി ലിവർ. ഇന്ത്യയിൽ ഏതാണ്ട് 70% ആൾക്കാർക്കും ഫാറ്റി ലിവർ ഉണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 8-10 വയസ്സുള്ള പെൺകുട്ടികളിൽ പോലും ഇന്ന് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ പ്രമേഹം ഉണ്ട് എന്ന് കണ്ടറിയുന്നത് നമ്മൾ രക്തം പരിശോധിക്കുമ്പോഴാണ്. അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടിയിരിക്കും. അതുപോലെ തന്നെ PPBS, അതായത് ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാര അളവ് കൂടിയിരിക്കും. റാൻഡം ബ്ലഡ് ഷുഗർ ചിലപ്പോൾ കൂടിയിരിക്കും. അതുപോലെ തന്നെ 3 മാസത്തെ ആവറേജ് നോക്കുന്ന HbA1c കൂടിയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് പ്രമേഹം ഉണ്ടോ എന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. പക്ഷേ പ്രമേഹം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ നമുക്ക് ചില ലിവർ എൻസൈംസ് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിലയിരുത്തുവാൻ സാധിക്കും. അങ്ങനെ പ്രമേഹം വരുന്നു എന്ന് നമുക്ക് നേരത്തെ കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് അതനുസരിച്ചുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും പ്രമേഹം നമ്മളെ പിടികൂടാതിരിക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ ലിവർ എൻസൈം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പലതരത്തിലുള്ള ലിവർ എൻസൈം ഉണ്ട്. അതിൽ ALT എന്ന എൻസൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ രക്തം പരിശോധിക്കുമ്പോൾ ALTയുടെ അളവ് സാധാരണയേക്കാൾ കൂടുതലാണെങ്കിൽ അത് അവരുടെ കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നും കരളിൻ്റെ പ്രവർത്തനം ശരിയായിട്ടല്ല നടക്കുന്നതെന്നും അങ്ങനെയുള്ളവർക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം പ്രമേഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കാതെ വരുന്നു. ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പ്രമേഹം ആസന്ന ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം. വളരെ അതിശയകരമായ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കരള് ഒരു ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. സംഗതി ശരിയാണ്. നമ്മുടെ കരളിൽ നിന്നും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ പ്രക്രിയയെ ഡോക്ടർമാർ വിളിക്കുന്നത് ഗ്ലൂക്കോനിയോജെനിസിസ് എന്നാണ്. നമുക്ക് ചിലരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അവരുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞുള്ള ഷുഗർ നോക്കുമ്പോൾ അത് നോർമൽ ലെവലിലുമായിരിക്കും. അങ്ങനെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലുള്ളവർക്ക് ഈ ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന പ്രക്രിയ കരളിൽ കൂടുതലായിട്ട് നടക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അത് ഒരു വശത്ത്. അപ്പോൾ നമ്മുടെ കരളിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കരളിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കരളിൽ ഗ്ലൂക്കോസ് നമ്മൾ സംഭരിച്ചു വെക്കുന്നുമുണ്ട്. അതായത് കരൾ ഈസ് എ സ്റ്റോറേജ് ഓർഗൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഫാക്ടറി മാത്രമല്ല, ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്ന ഒരിടം കൂടിയാണ് നമ്മുടെ കരള്. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. ചിലർക്ക് രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാകാം. ചിലർക്ക് രക്തത്തിലെ പഞ്ചസാര കൂടുന്ന ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകാം. ഈ 2 രോഗാവസ്ഥകളും ഉണ്ടാകുന്നതിൽ നമ്മുടെ കരൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രക്തത്തിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് വന്നു ചേർന്ന് കഴിഞ്ഞാൽ
നമ്മുടെ കരളിൽ അത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. കരൾ രോഗങ്ങളുണ്ടെങ്കിൽ ആ സൂക്ഷിച്ചു വെയ്പ്പ് അല്ലെ സ്റ്റോറേജ് ശരിക്കും നടക്കുകയില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു. അതാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളപ്പോൾ നമ്മുടെ ലിവറിൽ നിന്നും നമ്മുടെ ശരീരത്തിന് അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കരൾ രോഗങ്ങളുള്ളപ്പോൾ ഈ സ്റ്റോറേജ് ശരിക്കും നടക്കുന്നില്ല. അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കടത്തി വിടുന്നില്ല. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ, അല്ലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അല്പം താമസിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിനും ഗ്ലൂക്കോസ് ആവശ്യമാണ്, അതിൻ്റെ പ്രവർത്തനത്തിനും ഗ്ലൂക്കോസ് ആവശ്യമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗ്ലൂക്കോസ് നമുക്ക് പുറത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും നമ്മുടെ കരളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസാണ് ശരീരം ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ കരളിൽ എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളപ്പോൾ, ഗ്ലൂക്കോസ് ആവശ്യമുള്ളപ്പോൾ കരളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കടത്തി വിടാതിരിക്കുന്നു. അത് കരൾ രോഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്ന ഒരു അസുഖം ഉണ്ടാകും. അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവല് 60-ൽ താഴെ വരുന്നു. അപ്പോൾ നമുക്ക് ശരീരം വേർക്കുന്നു, ക്ഷീണം വരുന്നു, ചിലർക്ക് ബോധക്കേട് പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ ഹൈപ്പർ ഗ്ലൈസീമിയയും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുവാനും പ്രധാന കാരണം കരളിൻ്റെ ഈ പ്രവർത്തനക്ഷമതയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. കരൾ രോഗങ്ങളും അതുപോലെ തന്നെ പ്രമേഹവും രണ്ടും കൂടി ഒരുമിച്ച് ഒരാളുണ്ടെങ്കിൽ അയാളുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഹൃദയാഘാതവും അതുപോലെ തന്നെ വൃക്കരോഗങ്ങളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കരളും ഈ പ്രമേഹവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ കരളിനെ സംരക്ഷിക്കാം, എങ്ങനെ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തണം, ഈ വക കാര്യങ്ങളിൽ കൂടി അല്പം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾക്ക് ഡയറ്റിലുള്ള കാര്യമാണ്. ഡയറ്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ റിഫൈൻഡ് ഷുഗർ തീർത്ത് ഉപേക്ഷിക്കുക, റിഫൈൻഡ് ഷുഗർ ചേർത്ത മധുര പലഹാരങ്ങളും നമ്മൾ ഉപേക്ഷിക്കുക, റിഫൈൻഡ് ഗ്രെയിൻസ് അതായത് തവിട് നീക്കിയ ധാന്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കാൻ. അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ധാരാളമുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കാണുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വ്യായാമത്തിന് മുൻതൂക്കം നൽകണം. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കണമെങ്കിലും ഈ എക്സർസൈസ് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തുന്നതിനും ഈ വ്യായാമം ഗുണകരമാണ്. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് കൂടുതലുള്ളവർ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും. വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, നമ്മുടെ ഫാറ്റ് ലിവർ കുറയും, നിങ്ങളുടെ ഡയബറ്റീസ് അല്ലെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ കുറയും. അങ്ങനെ വെയിറ്റ് റിഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ മരുന്നുകളൊക്കെ ഡോക്ടറുടെ ഉപദേശം അല്ലാതെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെ മിക്ക മരുന്നുകളും മെറ്റബോളൈസ് ചെയ്യുന്നത് നമ്മുടെ കരളിലാണ്. പിന്നെ നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം, അത് വളരെ അത്യാവശ്യമാണ്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കണം, നമ്മുടെ ബ്ലഡ് ഷുഗർ നോക്കണം. അപ്പോൾ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിയണം, അല്ലെ നമ്മുടെ ഡയബറ്റീസ് ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൺട്രോൾ മെഷേഴ്സ് സ്വീകരിക്കണം. അപ്പോൾ നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരളിനെയും സംരക്ഷിക്കാം, നമുക്ക് നമ്മുടെ ഡയബറ്റീസിനെയും നമുക്ക് സുരക്ഷിതമായി നിലനിർത്തുവാൻ സാധിക്കും. വളരെ പ്രയോജനപ്പെടുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.